കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം നടക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഈ പ്രോഗ്രാം എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുന്നുണ്ട്. ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗത്തിലെ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ചെയ്യുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ ഞങ്ങളിവിടെ ചെയ്യുന്ന ആരാധനയും പാട്ടും പ്രാർത്ഥനയും ദൈവവചന കേൾവിയും എല്ലാം കർത്താവെ, ആരൊക്കെ ഇത് കേൾക്കുന്നു അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക് കാരണമാക്കി ദൈവം തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ കർത്താവെ, ഈ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്താൽ അങ്ങ് ഞങ്ങൾ നിറയ്ക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരാധനയിൽ കർത്താവ് വിടുതലുകളുണ്ട്. കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. കർത്താവെ, വചനം കർത്താവെ ജീവൻ നൽകുന്നതാണ്, വചനം ബലം നൽകുന്നതാണ്. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആദ്യം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം കീഴിൽ കർത്താവെ ദൈവം ഞങ്ങളെ മറയ്ക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയായി നിങ്ങളുടെ നന്ദി യേശുവിൻ്റെ നാമത്തിന് പിതാവേ, ആമേൻ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ന്യൂസിലൻഡിലെ കർമ്മേൽ പെന്തിക്കോസ്റ്റൽ അസംബ്ലി ഹാമിൽട്ടണിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് ഈ ആരാധന തുടങ്ങുവാനായിട്ട് ആരംഭിക്കുന്നത്. ഹാർവസ്റ്റ് ടി വിയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ വിശ്വാസികൾക്കും സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അടുത്തുള്ള കുറച്ച് സമയങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം ഇന്നേ ദിവസം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരുമിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സാം പത്തനാവിളയിൽ. ഞാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വത്സൻ ജോർജിനോടൊപ്പം കർമ്മേൽ പെന്തിക്കോസ്റ്റൽ അസംബ്ലി ഹാമിൽട്ടണിൽ ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു. ഇന്ന് ഒരുമിച്ച് ഞങ്ങളുടെ വർഷിപ്പ് ടീം നിങ്ങൾക്ക് വേണ്ടി പാട്ടുകളെ പാടുന്നു. ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലേക്ക് കടന്നു വരുന്ന ദൈവമക്കൾ ഒരു ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആത്മീയമായിട്ടുള്ളൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓക്ലൻഡിലും ഹാമിൽട്ടണിലും വെല്ലിംഗ്ടണിലും ക്രൈസ്റ്റ് ചർച്ചിലും ആത്മീയമായിട്ടുള്ള കൂട്ടായ്മകൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂട്ടായ്മകളിൽ കടന്നു വരുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ദൈവം ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് ചേർന്ന് ഇന്ന് ഈ ദിവസം കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് എല്ലാവരെയും ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ജേക്കബ് ബ്രദറും അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുടെ ടീമും ദൈവത്തെ ആരാധിപ്പാനായിട്ട് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ഓവർ ടു ജേക്കബ് ബ്രദർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അടുത്ത മകലയുമായി ഞങ്ങളെ കേൾക്കുന്ന ഈ ലോകരാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അല്പച്ചില നിമിഷങ്ങൾ കർത്താവിനെ നമ്മൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിനു വേണ്ടി കൊതിക്കുന്നുവെങ്കിൽ അല്പച്ചില നിമിഷങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ആ ദൈവ സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്നുവെങ്കിൽ, ഞങ്ങൾ ഈ അറിഞ്ഞ ദൈവസ്നേഹം നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആമേൻ, സ്തോത്രം. ഞങ്ങൾ വെറും ഒരു രോഗസൗഖ്യം സംഭവിച്ചതുകൊണ്ട് ഞങ്ങൾ ആ ദൈവത്തെ അറിഞ്ഞതല്ല. ഒരു പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സംഭവിച്ചതുകൊണ്ട് ഈ ദൈവത്തെ വിളിച്ചതല്ല. പക്ഷേ അതിലെല്ലാം അപ്പുറം ആ കാൽവരി ക്രൂശിലൂടെ ആ യേശുനാഥൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു സ്നേഹമുണ്ട്. അവസാനത്തുള്ളി രക്തം ആ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അവൻ ചൊരിഞ്ഞപ്പോൾ ആ സ്നേഹം ഞങ്ങളിലേക്ക് പകരപ്പെട്ടു. അതാണ് ഈ ദൈവത്തെ അറിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമായത്. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഈ സമയം നിങ്ങൾ ആ ദൈവസ്നേഹം നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില നിമിഷങ്ങൾ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. ആ ഹൃദയവാതിലുകളൊന്ന് തുറക്കുവാൻ, നിങ്ങളായിരിക്കുന്ന റൂമിൽ, നിങ്ങളായിരിക്കുന്ന ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ യാത്രയിലായിരിക്കാം ഈ മീറ്റിംഗ് കാണുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഹല്ലേലൂയ ഹോളിലായിരിക്കാം നിങ്ങൾ ഈ മീറ്റിംഗ് കാണുന്നത്. എവിടെയായിരുന്നാലും 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും
അവരുടെ മധ്യത്തിൽ ഞാൻ വരുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ്റെ ആ സാന്നിധ്യം, ഹല്ലേലൂയ, ആ സ്നേഹം നിങ്ങൾ കൊതിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ ഒന്ന് തുറക്കാം. ആമേൻ, സ്തോത്രം. ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ, ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളെ നിറയ്ക്കട്ടെ. ആമേൻ. ഇതുപോലില്ല ഒരു ഭാഗ്യം. ഈ ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് രാത്രി, ഇന്ന് ഈ സമയം നിങ്ങളിലേക്ക് അത് കടന്നു വരട്ടെ. ആ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഇതുപോലില്ല ഒരു ആശ്വാസം എവിടെയും. ആമേൻ, സ്തോത്രം. ഇന്ന് നമുക്ക് ചേർന്ന കർത്താവിനെ ചില പാട്ടുകളെ പാടി ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ സമയം നിങ്ങൾ ദൈവത്തോടൊന്ന് ചോദിക്കാമോ? അടിയുടെ ഹൃദയത്തിന്റെ വാതിലുകൾ നിനക്കായി തുറക്കുന്നു. ജീവനാഥൻ ആ യേശു അടിയന്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണമെന്ന്. ഈ ഭാരതത്തിന്റെ ഏത് ഭാഗത്തു നിന്നും, ഏത് സ്റ്റേറ്റിൽ നിന്നുമായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നത്, നിങ്ങൾ ഈ ശ്രദ്ധിക്കുന്ന ശബ്ദം ഞങ്ങൾ ഉയർത്തുന്ന യേശുവിന്റെ ശബ്ദമാണ്. ആ ഹൃദയത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി ആ യേശുവിന് വേണ്ടി ആ വാതിലുകൾ ഇന്ന് രാത്രി നിങ്ങൾ തുറക്കുമോ? ആ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അവർ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ, ജീവനാഥനായ എന്നുള്ളത്തിൽ യേശുവേ വാ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ, ജീവനാഥനായ എന്നുള്ളത്തിൽ യേശുവേ വാ, എൻ്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം, എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം, എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം, എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം, എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം, എന്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം, എന്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, കർത്താവേ നീ എൻ മാത്രമാശ്രയം. കർത്താവേ നിങ്ങളിരിക്കുന്ന ആ നീ ഇടത്തിൽ നമുക്ക് ചേർന്ന് പറയാം. മാത്രമാശ്രയം. നിങ്ങളുടെ മുറിയിൽ വരുന്ന ഒരു യേശുവിന്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമാണ്. അതിന് രാത്രി നിങ്ങളിലേക്ക് അത് പകരപ്പെടുകയാണ്. നിങ്ങളായി
ആയിരിക്കുന്ന നീ വീടുകളിൽ, മാത്രം നിങ്ങളായിരിക്കുന്ന മുറികളിൽ യേശുവിന്റെ സാന്നിധ്യം വരികയാണ്. അത് വിശ്വസിക്കുന്നവർ അവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ യേശുവേ. ഇന്ന് ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കമോൺ, കരങ്ങളെ തട്ടി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളെ തട്ടിയ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങളെ ആരാധിക്കുന്ന, ഞങ്ങളെ ഉയർത്തിക്കുന്ന യേശു ജീവനുള്ള ദൈവമാണ്. 2023 പരം വർഷങ്ങൾക്ക് മുൻപ് ആ കാൽവരി ക്രൂശിൽ എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി സ്വയജീവൻ അവൻ വെടിഞ്ഞു. അവസാനത്തുള്ളി രക്തം പോലും ആ സ്നേഹത്തിനു വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ ഒഴുക്കി. രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ അവൻ നമുക്ക് വേണ്ടി മൗനമായിരുന്നു. എന്റെയും നിന്റെയും പാപത്തെ അവൻ ചുമക്കാൻ ആ കാൽവരി ക്രൂശിൽ ആ തിരുരക്തത്താൽ ആ സ്നേഹം ഒരു നദി പോലെ ഇന്ന് നിങ്ങളായിരിക്കുന്നിടത്തേക്ക് ഒഴുകുകയാണ്. ഇന്നത് സമർപ്പിച്ചു കൊടുത്താട്ടെ. നമുക്ക് തുടർന്നും ചേർന്ന് ചില പാട്ടുകളെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും, യേശുവേ നീ മാത്രം മതി. കർത്താവേ, എൻ്റെ ഏത് കാലത്തും നീ മാത്രം മതി. അവൻ സൗഖ്യദായകൻ, യഹോവ ശമ്മ, അവൻ കൂടെ ഇരിക്കുന്ന ദൈവം, എൻ്റെ ആവശ്യങ്ങൾ നന്നായി അറിയുന്ന എൻ്റെ ദൈവം. ഒരുപക്ഷെ പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഞങ്ങളെ ശ്രവിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ദൈവം നിങ്ങളുടെ വഴികളെ തുറക്കുവാൻ, നിങ്ങളുടെ അടഞ്ഞിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ അവൻ ശക്തനാണ്. ഹൃദയം തുറന്നൊന്ന് പറയാമോ? യേശുവേ നീ മാത്രം മതി. കർത്താവേ നീ മാത്രം മതി. അങ്ങനെയെങ്കിൽ ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ഉയർത്താം. Jesus. 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 ആ ദൈവസ്നേഹത്താൽ ഞങ്ങളെ മൂടണം. എൻ്റെ യേശു കർത്താവ് മാത്രമല്ല, അന്ത്യത്തോളം നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഓ നീ മാത്രം മതി. ഒന്ന് പറഞ്ഞേ, നീ മാത്രം മതി. ഓ മാത്രം മതി എനിക്ക്. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിടരാ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം. കരങ്ങൾ ഉയർത്തി
ഓ നീ മാത്രം മതി. ഓ ദൈവ സാന്നിധ്യം ഇന്ന് ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം നിങ്ങളായിരിക്കുന്നിടത്തേക്ക് നിറങ്ങട്ടെ. ആ സ്നേഹം ദൈവ നദി, ഹല്ലേലൂയ, സ്നേഹം നദി പോലെ നിങ്ങളുടെ ഇടയിലേക്ക് അത് ഒഴുകുകയാണ്. നിങ്ങളുടെ ഇടയിലേക്ക് അത് പകരപ്പെടുകയാണ്. അത് അനുഭവിക്കുന്നവർ ചേർന്ന കരങ്ങളൊന്ന് ഉയർത്തി യേശു മാത്രം മതി എന്ന് പറഞ്ഞ് അതരം തുറന്ന് യഹോവ എലോഹിം സൃഷ്ടാവാം ദൈവം നിൻ വചനത്താലുളവായില്ല. യഹോവയോ അത്യുന്നതൻ നീ, ഓ നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകിവിൻ. ഓ ശാന്തി എന്നിൽ ചേർന്ന് നീ മാത്രം മതി. ശബ്ദം ഉയർത്തി നീ മാത്രം മതി. ഓ യേശു മാത്രം, യേശു മാത്രം ചേർന്ന് നീ മാത്രം മതി. ഓ നീ മാത്രം മതി. നീ മാത്രം മതി എനിക്ക്. ഓ നീ മാത്രം മതി. നീ മാത്രം മതി. യേശുവിൻ നാമത്തിൽ, 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 യേശുവിൻ നാമത്തിൽ. ആ സ്നേഹം, ആ സ്നേഹം, ആ കാൽവരി ക്രൂശിലെ സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ, ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ പകരപ്പെടട്ടെ ആത്മിക സാന്നിധ്യം, അപരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി പകൽ ഹല്ലേലൂയ പകരപ്പെടട്ടെ. ഹല്ലേലൂയ. യേശു മാത്രം പറഞ്ഞു ഹൃദയം യേശു അങ്ങ് മാത്രം മതി എന്ന് പറഞ്ഞു. നിന്റെ അവസ്ഥകൾ വളരെ മോശമായിരിക്കാം, നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ പ്രതികൂലങ്ങളിൽ നിറഞ്ഞതായിരിക്കാം. പക്ഷെ നിന്നെ വിടുവിപ്പാൻ ശക്തനായ ഒരു യേശു, ഉയർത്തുന്നവനായ യേശു നിങ്ങളെ വിടുവിപ്പാൻ ശക്തനായ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. ഓ യേശു മാത്രം. ഹല്ലേലൂയ. ശബ്ദമായി കരങ്ങൾ ഉയർത്തി യേശു മാത്രം മതി. യേശു മാത്രം അപ്പാ യേശു മാത്രം മതി എനിക്ക്. നിങ്ങളായിരിക്കുന്നിടത്ത കരങ്ങളെ തട്ടി ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ ആ കരങ്ങളെ തട്ടിയ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്തുതികളിൽ വസിക്കുന്നവനായ ദൈവത്തെ ചേർന്ന് കരങ്ങളെ തട്ടി പ്രൈസ് പ്രൈസ്. ദൈവമഹത്വം ഇറങ്ങുകയാണ്, ദൈവമഹത്വം ഇറങ്ങുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ജീസസ്. നിങ്ങളെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അവന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് പറയുന്നത് അവരുടെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ കഴിയുള്ള ഒരുവനുണ്ട്, സർവശക്തനായ ഒരു ദൈവം. ആ ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ഞങ്ങളെ നേരോടെ നടത്തുന്നത്. പ്രതികൂലങ്ങളുടെ മധ്യ ആശ്രയിപ്പാൻ ആ പരിശുദ്ധാത്മാവ് വലിയ കൃപ തന്ന് ഞങ്ങളെ നടത്തുകയാണ്. ഹല്ലേലൂയ. ആ സ്നേഹം നിങ്ങളാരും രുചിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ യേശുവിൻ നാമത്തിൽ നിങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിമിഷം ആ കർത്താവിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ യേശുവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാമോ? അടിയൻ എൻ്റെ ഉള്ളത്തിലേക്കൊന്ന് കടന്നു വരണമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണ്, അങ്ങ് ഞങ്ങളുടെ കാൽവരി ക്രൂശിൽ ആ സ്നേഹം പ്രദർശിപ്പിച്ചവനാണ്. ഞങ്ങളത് വിശ്വസിക്കുകയാണ്, ഞങ്ങൾ ഹൃദയം കൊണ്ട് സറണ്ടർ ചെയ്യുകയാണ്. Thank you, Jesus. Thank you, Jesus. ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾ നമ്മൾ കർത്താവിനെ കരങ്ങളടിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ പോവുകയാണ്. നല്ലൊരു അർത്ഥമുള്ളൊരു പാട്ടാണ് നമ്മൾ പാടുവാൻ പോകുന്നത്. നമുക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന, നമുക്ക് വേണ്ടി ഒത്താശ നിൽക്കുന്നവനായ ആ സർവശക്തനായ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് നോക്കി
നമുക്ക് കരങ്ങളെ തട്ടിപ്പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. നമുക്ക് ചേർന്ന് കരങ്ങളെ തട്ടിപ്പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ഓ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശം ഭൂമികൾക്കെല്ലാം അതിനേതുവായവൻ നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം അതിനേതുവായവൻ നീയേ. ആശ്രയം നിന്നിൽ ആയതു മുതൽ ആദികളകന്നു പരാ. ആശ്രയം നിന്നിൽ ആയതു മുതൽ ആദികളകന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളും. എൻ കണ്ണുകളുയർത്തി ഞാൻ നോക്കും. ഓ എൻ കർത്താവേ നിന്ദയക്കായി. ഓ എൻ കണ്ണുകളുയർത്തി ഞാൻ നോക്കും. എൻ കർത്താവേ നിന്ദയക്കായി. എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. ഉറപ്പോടെ ചേർന്ന് പാടും. ഓ എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കൂ. എനിക്കൊത്താശ വരും പർവ്വതം നീ മാത്രമെന്നാളും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളും. ഓ എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതനിശം ഓ എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നു തുണയായി വന്നു നടക്കുന്ന അത്ഭുതമാ. കൃപകൾ തന്നു തുണയായി വന്നു നടക്കുന്ന അത്ഭുതമാ. എനിക്കൊത്താശ വരും പർവ്വതം എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ഓ എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഓ ഞാൻ ജീവനോടിരുന്നാലും. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ജീവനോടിരുന്നാലും. നീ വരും നാളിൽ നിന്നോടരുത് ആനന്ദിച്ചാർത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടരുത് ആനന്ദിച്ചാർത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളും. ഓ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമാണ് ആശ്രയം. ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. ഒരിക്കൽ കൂടി ചേർന്ന് എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഓ ഞാൻ ജീവനോടിരുന്നാലും. നീ വരും നാളിൽ നിന്നോടരുത് ആനന്ദിച്ചാർത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടരുത് ആനന്ദിച്ചാർത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളും. യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല.
യേശുവെപ്പോലാരുമില്ല, 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 യേശുവെപ്പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, മരണത്തിൽ പാശങ്ങൾ അഴിച്ചു, പാതാളഗോപുരം തകർത്തു, മരണത്തിൽ പാശങ്ങൾ അഴിച്ചു, പാതാളഗോപുരം തകർത്തു. പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവരെ അങ്ങെപ്പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവരെ. യേശുവെപ്പോലാരുമില്ല, 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 യേശുവെപ്പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. യേശുവെപ്പോലാരുമില്ല, 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 യേശുവെപ്പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും എടുത്തുകൊണ്ട് അല്പച്ചില നിമിഷങ്ങൾ കൂടെ കരങ്ങളെ തട്ടി ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, മഹത്വം കൊടുത്താട്ടെ, മഹത്വം കൊടുത്താട്ടെ. Hallelujah, hallelujah, hallelujah. Praise you Lord, praise you Lord, praise you Lord, praise you Lord, praise you Lord. ആത്മാവിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ശത്രു നമുക്കായി ഒരുക്കുന്ന യെരിഹോ മതിലുകൾ ഹല്ലേലൂയ സമഭൂമിയായി തകരപ്പെടുവാനിടയായി തീരും. ഇന്ന് രാത്രി, ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടത്ത് സ്വർഗം തുറന്ന് ആത്മീക മണ്ഡലങ്ങൾ തുറക്കട്ടെ ഇന്ന് രാത്രി. നിങ്ങളിലേക്ക് അത് പകരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, 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 ജീസസ്. ആമേൻ. സ്തോത്രം. ഞങ്ങളങ്ങ് ഉയർത്തുകയാണ്, ഞങ്ങളങ്ങ് ഉയർത്തുകയാണ്. ഞങ്ങളെ തകർത്ത് കളയുവാനല്ലപ്പാ, ഞങ്ങളെ ജീവനോടെ നിർത്തുവാൻ അങ്ങയുടെ വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പണിതെടുക്കുവാൻ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പണിതെടുക്കുവാൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമ്മളെ മാറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നിറഞ്ഞാൽ മറ്റൊന്നിനും, ഈ ലോകപ്രകാരമായി മറ്റൊന്നിനും നമ്മളിലേക്ക് പ്രവേശിപ്പാൻ ഇടയില്ല. കാരണം ആ ദൈവ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ മാറ്റുന്നത് അവന്റെ സാന്നിധ്യമാണ്, നിങ്ങളെ പണിതെടുക്കുന്ന അവന്റെ സാന്നിധ്യമാണ്. ഇന്ന് ആ കർത്താവിന്റെ മുൻപിൽ ഒന്ന് സറണ്ടർ ചെയ്താട്ടെ. ഈ ഭാഗ്യം അനുഭവിപ്പാൻ കൊതിക്കുന്ന ദൈവമക്കൾ
പ്രിയ സഹോദര സഹോദരി, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോടൊന്ന് പറയട്ടെ. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന ആശ്വാസത്തിൻ്റെയും ഞങ്ങൾ ഈ അനുഭവിക്കുന്ന ഭാഗ്യമെല്ലാം കർത്താവ് ഞങ്ങൾക്ക് തന്നൊരു സൗഭാഗ്യമാണ്. ഇത് ലോകക്കാർക്ക് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. പക്ഷേ ഞങ്ങളെ ഉയർത്തുന്ന യേശു ഞങ്ങൾക്ക് വേണ്ടി അസാധാരണമായ വഴികൾ തുറക്കുവാൻ, അസാധാരണമായ ഒരു ആശ്വാസം ഞങ്ങൾ പകരപ്പെടുവാൻ, ആ താതന്റെ മാർവിലൊന്നണവാൻ ഒരു അധികാരമുള്ള ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവമക്കളാണ്. അങ്ങനെയെങ്കിൽ ചില നിമിഷങ്ങൾ കൂടെ ഒരു പാട്ടിന്റെ ഈരടികൾ പാടുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ആ യേശുവിലേക്കൊന്ന് നോക്കി, സ്വർഗത്തിലേക്കൊന്ന് നോക്കി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടുകയാണ്. നമ്മൾ ചേർന്ന് പാടുകയാണ്. ഇതുപോലില്ലൊരു ഭാഗ്യം, ഇതുപോലില്ലൊരു ഭാഗ്യം. ആ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളിൽ നിറയുമ്പോൾ, ആ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിറയുമ്പോൾ, ഒരുപക്ഷെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തികമായ തകർച്ചയായിരിക്കാം, പ്രതികൂലങ്ങളായിരിക്കാം, രോഗത്തിന്റെ അവസ്ഥകളായിരിക്കാം. ഈ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ആ ഭവനത്തിലേക്ക് വരുമ്പോൾ മറ്റൊന്നിനും അതിൽ പ്രവേശിപ്പാൻ ഇടയാകത്തില്ല. ശത്രു തോറ്റോടുവാനിടയായിത്തീരും. ആ യേശുവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ നിറയുമ്പോൾ ശത്രുവിനോട് നിൽക്കുവാൻ കഴിയത്തില്ല. അവൻ തോറ്റോടുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും നടന്നിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അധരങ്ങളെ തുറന്നു ചേർന്ന് പാടാമോ? ഓ ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ ഇതുപോലൊരു ആശ്വാസം. നിങ്ങളൊന്ന് സറണ്ടർ ചെയ്തൊന്ന് പാടി. മാർവിടമേ. ഓ ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യം. ആ സാന്നിധ്യം നിങ്ങളിലേക്ക് പകരപ്പെടട്ടെ. രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ കാതുകളിലേക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ആ ദൈവ സാന്നിധ്യം എന്ന് പകരപ്പെടട്ടെ. സ്വർഗസുഖ പീഠം വെടിഞ്ഞ് ഓ എന്നെ തേടി വന്നവരെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോരേ, സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവരെ, തേജസ്സിന്റെ വസ്ത്രം മുറിഞ്ഞ് ഓ തന്നെത്താൻ താഴ്ത്തിയോരേ, ഓ ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. ഓ ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്ക് യോഗ്യനായി. ഓ ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. ഹല്ലേലൂയ. അത് കാണുവാൻ കഴിയുന്നവർ ചേർന്ന് ഓ ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്ക് യോഗ്യനായി. ഓ ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ ഇതുപോലൊരു ആശ്വാസം, ആ ദൈവസ്നേഹം ഞാൻ പറയട്ടെ, കൊതിയോടെ ആഗ്രഹിക്കുന്നവരിലേക്ക് ആ
ദൈവ സാന്നിധ്യം ഇന്ന് പകരപ്പെടുകയാണ്. നിങ്ങളൊന്ന് വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ, വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ മാത്രമേ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളൂ. ഹൃദയം കൊണ്ട് സറണ്ടർ ചെയ്തെന്ന് പറഞ്ഞു. നിങ്ങളെ മാറ്റുന്ന ദൈവ സാന്നിധ്യമാണ്, നിങ്ങളെ പണിതെടുക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യം ഇന്ന് നിങ്ങളിലേക്ക് പകരപ്പെടുകയാണ്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തം വിലയ്ക്കു വാങ്ങി. ഓ രാജകീയ പുരോഹിതനാ, മഹാകരുണയ തിരഞ്ഞെടുത്തു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. ഓ രാജകീയ പുരോഹിതനാ, ഓ ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാവായി. ഓ ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. അവൻ കർത്താതി കർത്താവായി. ഒരിക്കൽ കൂടി ചേർന്ന് ആരാധിക്കുന്നു. ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതി രാജാതി രാജാവായി. ഓ ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. സകലത്തിലും നാമത്തിലും മേലായ നാമമുള്ള കർത്താതി കർത്താവായി, രാജാതി രാജാവായി. ഓ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർഗ്ഗത്തിലേക്ക് കടന്നു വന്നേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർഗ്ഗമേ. എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. സമർപ്പണത്തോടെ തിരുമുൻപിൽ യാഗമാകുവാൻ ഹൃദയങ്ങളൊന്ന് തുറന്നേ. എന്റെ ഹൃദയം അർപ്പിച്ചിരുന്നു തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ. എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ അടുത്തിരുന്നുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തി എന്ന് പറയാമോ? യേശുവേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ഹൃദയം തുറക്കുകയാണ്. തിരുമുൻപിൽ കാഴ്ച അങ്ങയ്ക്ക് വേണ്ടി തരുവാൻ അങ്ങ് കാൽവരി ക്രൂശിലൂടെ എനിക്ക് വേണ്ടി തന്ന സ്നേഹം ഞാനത് മുഴുവനായി അങ്ങക്ക് തിരിച്ചു തരികയാണ്. ഈ ലോകത്തിൽ മറ്റൊന്നിലും എന്റെ ആശ്രയം ഞാൻ വെക്കത്തില്ല, മറ്റൊന്നിലേക്കും എന്റെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. എനിക്ക് വേണ്ടി ജീവൻ തന്ന് സ്നേഹിച്ചവനിലേക്ക്, എന്റെ ക്രിസ്തുവിലേക്ക്, എനിക്ക് വേണ്ടി ഇടയിൽ നിൽക്കുന്നവനായ എന്റെ യേശുവിലേക്ക് ഞാൻ നോക്കി. അങ്ങക്ക് എന്റെ ഹൃദയം പൂർണ്ണമായി 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 തിരുമുൻപിൽ എന്റെ ഹൃദയം അർപ്പിച്ചിരുന്നു. എന്റെ ഹൃദയം അർപ്പിച്ചിരുന്നു. എല്ലാ ദൈവങ്ങളും ആ വരി ഒന്ന് പാടി. എന്റെ ഹൃദയം അർപ്പിച്ചിരുന്നു.
പരിശുദ്ധനായ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ചില നിമിഷങ്ങൾ ചില പാട്ടുകളെ ഒന്ന് പാടി ദൈവത്തെ സ്തുതിപ്പാൻ, സ്തുതികളിൽ വസിക്കുന്നവനായ എൻ്റെ ദൈവത്തെ ഒന്ന് ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിനായി ഭാഗ്യത്തിനായി സ്തോത്രം. ജീവിതത്തിൽ കുറവുകളുള്ളവരാണെങ്കിലും കർത്താവെ, ഞങ്ങളെ നിർത്തുന്ന അങ്ങയുടെ സ്നേഹമാണ് കർത്താവെ. അതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ ദിവസം ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത അനേക സ്ഥലങ്ങളുണ്ട് കർത്താവെ. അവിടേക്ക് ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ സ്നേഹം അങ്ങ് അയക്കണമേ. ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ ഒരു കൂട്ടം ജനങ്ങളെ കർത്താവ് പണിതെടുക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ്, ഈ സ്നേഹം ആരെങ്കിലും അനുഭവിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവസ്നേഹം അവരിലേക്കൊന്ന് പകരപ്പെടട്ടെ കർത്താവെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവരും സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരണം കർത്താവെ. അവരും ഈ ദൈവസ്നേഹം അറിയണം. അങ്ങ് നിത്യതയിൽ വരുമ്പോൾ, അങ്ങ് ഈ മധ്യാകാശത്ത് വരുമ്പോൾ അവരും കർത്താവെ കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തുറന്നുള്ള ദൈവ സാന്നിധ്യത്താൽ, തുറന്നുള്ള സമയങ്ങൾ ദൈവിക സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന അങ്ങയുടെ വിളിയിലേക്കായി സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ ദൈവം തോന്നി കേൾക്കണമേ. നല്ല പിതാവേ, ആമേൻ, 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 ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മനിറവിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ ഭാരത രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് അല്പസമയത്തെ നമ്മൾ വേർതിരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിന് മുമ്പായിട്ട് 1-2 വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഹാനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്. 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. റോമർക്ക് ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാവരും അറിയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഭാരതത്തിൽ ദൈവത്തിൻ്റെ വേലകൾ വളരെ ശ്രേഷ്ഠമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ അധികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വേല ചെയ്യുന്നവർ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയേണ്ടുന്ന ഒരു ആവശ്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളായിട്ട് മണിപ്പൂരിൽ നടന്നു വരുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവ കുഞ്ഞുങ്ങൾ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നാൽ ദൈവസഭയ്ക്ക് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട്, ദൈവവേലയ്ക്ക് വിരോധമായിട്ട് ഉയർന്നു നിൽക്കുന്ന ശക്തികളുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ദൈവികമായിട്ടുള്ള പ്രവർത്തികൾ നമ്മുടെ രാജ്യത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും അറിയുന്ന പോലെ നമ്മുടെ ഭാരത രാജ്യത്തിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ ഈ സംസ്ഥാനങ്ങളെല്ലാം ഒന്ന് ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഇങ്ങനെ തുടങ്ങി പല സംസ്ഥാനങ്ങളുണ്ട്. അവിടെയുള്ള എല്ലാ ഭരണാധികാരികളെ ഓർത്ത്, അവിടെയുള്ള ദൈവവേലകളെ ഓർത്ത്, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസിനെ ഓർത്ത്, മിഷണറിമാരെ ഓർത്ത്, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കും. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനത്തിൽ അടയാം. നമുക്ക് ഒരുമിച്ച് അല്പസമയം സ്തോത്രം ചെയ്ത ഈ സംസ്ഥാനങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് വഹിച്ചുകൊണ്ട് രാജ്യത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ഉണർവ് നടക്കുന്നതിന് വേണ്ടിയിട്ട്, കഷ്ടത അനുഭവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് പ്രിയ സഹോദരി ബിജിയാണ്. ബിജി സിസ്റ്റർ മുമ്പിലേക്ക് കടന്നു വരും. ആദ്യം കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ ദാസിയോട് ചേർന്ന് ഈ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട്, ദൈവദാസന്മാർക്ക് വേണ്ടിയിട്ട്, മിഷൻ ഓർഗനൈസേഷൻസിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് ഈ സമയത്തെ വേർതിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ
കർത്താവേ, നിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന സാവകാശത്തിനായ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങൾക്കും അവിടെ ഞങ്ങളെ നടത്തിയ വഴികൾക്കായും ദൈവത്തിന് നന്ദി കരേറ്റുന്നു. കർത്താവേ, അന്യരും പരദേശികളുമായ നെടിയങ്ങളെ നിന്റെ മക്കളാക്കി അവിടെ ഞങ്ങളെ തീർത്തു. പുത്രത്തിൻ്റെ അവകാശത്തെ തന്നു. നിത്യജീവൻ്റെ അവകാശികളായി അവിടെ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കാൻ ഞങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. കർത്താവേ, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവേ, അവിടുത്തെ ദയയും അവിടുത്തെ കരുണയും അവിടുത്തെ വിശ്വസതയും ഒന്നു മാത്രമാകയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ മക്കളാക്കി ഞങ്ങളെ തീർത്തിരിക്കുക ഞങ്ങൾ നന്ദി കരേറ്റുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകൾക്കായും ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവേ. ഇന്ന് കർത്താവേ, ഈ പകലിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ഒന്നിച്ച് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ അവിടുത്തെ നാമത്തിന് മഹത്വം കരേറ്റുവാൻ ദൈവം ഞങ്ങൾക്കെന്ന സാവകാശനായി സ്തോത്രം. കർത്താവേ, ഈ കർത്തൃദിവസത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ദൈവം തന്ന സാവകാശനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റുന്ന കർത്താവേ. അല്ലേലൂയ. കർത്താവേ, നിന്റെ ദാസിലൂടെ പറയപ്പെട്ടതായ സകല വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരം വെക്കേണ്ടതിനായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കരം വെക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം കർത്താവേ ഒരു വലിയ ഉണർവ് ദേശത്ത് അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അല്ലേലൂയ. സ്വത്രം അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരമതിമേ വെക്കണമേ കർത്താവേ. അവിടുത്തെ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ ദാസന്മാരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരെ ശക്തരാക്കി ഉപയോഗിക്കണമേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവരെ ഒരുക്കണമേ. ആവശ്യമായ ദൈവകൃപയും കർത്താവേ, ദൈവത്തിൻ്റെ കർത്താവേ കൃപയും പരിപാലനം നിൻ്റെ ദാസന്മാരുടെ മേൽ ദൈവം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രതികൂലങ്ങളെ ദൈവർക്ക് കർത്താവേ കൂട്ടായിരുന്നവർ സകല പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവരെ കർത്താവെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവരങ്ങളിലേക്ക് നിൻ്റെ ദാസന്മാരെ അവിടുത്തെ വേലി ഏൽപ്പിക്കുന്നു കർത്താവേ. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന എല്ലാ ദൈവപ്രവർത്തനങ്ങളെയും ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ ദാസന്മാരെ ശക്തരാക്കി ഉപയോഗിക്കണമേ. ഒരു വലിയ ഉണർവ് ഞങ്ങളുടെ കർത്താവേ രാജ്യത്തിൽ ദൈവം അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. അനേക ദിവസങ്ങൾ ദൈവത്തെ അറിയുന്ന കർത്താവേ, ഒരു വലിയ ഉണർവിൻ്റെ അനുഭവത്തെ ദൈവ ദിവസങ്ങൾ അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേക അവിടുത്തെ വേലയ്ക്ക് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ കർത്താവേ, പ്രതികൂലങ്ങളായിരിക്കുന്നവർ, നിന്ദകളിലും കർത്താവേ ഞെരുക്കങ്ങളിലും ബുദ്ധിമുട്ടായിരിക്കുന്നവരൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരൊക്കെ ശക്തീകരിക്കണമേ കർത്താവേ. ആവശ്യമായ ദൈവകൃപ ദൈവം ഓരോരുത്തർക്കും പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കഷ്ടങ്ങളായിരിക്കുന്ന ദൈവം ഏറ്റവും തുണയായിരുന്നവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകാൽ മണിപ്പൂരിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ദേശത്ത് കർത്താവേ നിൻ്റെ ജനം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ദൈവം ഒരു ദൈവ പ്രവൃത്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനത്തിനെ കർത്താവ് വിടുവിക്കണമേ കർത്താവ്. എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റണമേ. സുവിശേഷത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ശക്തികളെയും ദൈവോടൊന്ന് മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ പ്രതികൂലങ്ങളും നിൻ്റെ ജനത്തിന് കർത്താവേ ദൈവവും കരുതലും അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിൻ്റെ ജനത്തെ ശക്തീകരിക്കണമേ. ആത്മാവിൻ്റെ കൃപ അവർക്ക് കൊടുക്കണമേ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കുകയും ദൈവകൃപയെ നിർത്തുകയും ചെയ്യണം. ഒരു വലിയ ഉണർവയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുടെ മധ്യത്തിലും കർത്താവിനെ സേവിപ്പാൻ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപ കർത്താവേ നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ ജനത്തിന് ദൈവം അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ ക്രിസ്ത്യൻ ഓർഗനൈസേഷനെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. നിൻ്റെ ദാസന്മാരെയൊക്കെ ബലപ്പെടുത്തണമേ. അവിടുത്തെ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആവശ്യമായ ദൈവകൃപ സ്വർഗത്തിലെ ദൈവം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ആയിരിക്കും വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഭരണാധികാരികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആവശ്യമായ ദൈവഹൃദയം കൊടുക്കണമേ. നല്ല ഭരണം നടത്തുവാൻ, സ്വസ്ഥതയുള്ള ഒരു ഭരണം നടത്തുവാൻ ദൈവം ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. സമാധാനവും സ്വസ്ഥതയും ദേശതയും അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സുവിശേഷ വേലയെ ദൈവം അനുഗ്രഹിക്കണമേ. അവിടുത്തെ ദാസന്മാരെ ശക്തീകരിക്കണമേ. അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ശക്തരാക്കി ഉപയോഗിക്കണമേ. കാലത്തിൻ്റെ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മീയ ഉണർവും ദൈവകൃപയും പകരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ യൗവനക്കാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവിനെ സേവിപ്പാൻ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് ദിവസങ്ങൾ അനേകർ എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മാവ് ബലം കൊടുക്കണമേ, ശക്തിപ്പെടുത്തണമേ, ഏറിയ ദൈവകൃപയെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ കൃപയെ നിറയ്ക്കണം. ഒരു വലിയ ഉണർവ് ദൈവം അയക്കണം. ദേശം വിടുവിക്കപ്പെടുവാനും കർത്താവേ ദേശത്ത് ദൈവത്തിൻ്റെ നന്മ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കഷ്ടങ്ങളും ദുഃഖങ്ങളും
ദുരിതങ്ങളും പ്രയാസങ്ങളും കണ്ടെതിരായി വിടുവിക്കുകയും ദൈവമേ അനുഭവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ സമാധാനം അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയോട് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സംസ്ഥാനങ്ങൾ കർത്താവേ, രാജ്യം ദൈവത്തെ അറിയട്ടെ. രാജ്യത്തിന്റെ ഭരണാധികാരികൾ കർത്താവേ, ദിവസങ്ങളിൽ ദൈവത്തിന് ഫേവറായ ഒരു കർത്താവേ, ഒരു നല്ല ഭരണം നടത്തുവാൻ ദൈവടിയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന ദൈവമായി കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന സ്വർഗം കേട്ടതിനായി സ്തോത്ര സ്ഥലമാനോ മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നമ്മുടെ പ്രാർത്ഥന യാചന കേട്ടതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗത്തിലെ കർത്താവെ, അനുഗ്രഹിക്കപ്പെടി നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അടിമത്തത്തിലായിരുന്നു ഞങ്ങളുടെ രാജ്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് ഞങ്ങൾ പറയുമ്പോഴും കർത്താവെ, ഇന്നും അനേക സ്ഥലങ്ങളിൽ കർത്താവെ അടിമത്തത്തിൻ്റെ ചങ്ങലകൾ കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിലുണ്ടല്ലോ കർത്താവെ. എല്ലാ സംസ്ഥാനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം അനുഗ്രഹിക്കപ്പെട്ട നല്ല തലമുറകളെ കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിലുണ്ടല്ലോ കർത്താവ്. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുൻപിലേക്ക് വരുവാൻ ദൈവം അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം എല്ലാ അന്ധവിശ്വാസങ്ങളും ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കർത്താവെ ദൈവമേ കർത്താവ് വർഗ വിവേചനങ്ങളും ഞങ്ങളുടെ രാജ്യത്ത് ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഭ്രൂണഹത്യകളും ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ അന്യാരാധനകളും ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് മാറേണ്ടതിനായി കർത്താവ് ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു കർത്താവെ. രാജ്യത്തിൻ്റെ മേൽ ദൈവം ഒരു വലിയ ഉണർവിനെ ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാളുകളായി വർഷങ്ങളായി കർത്താവെ ദൈവരാജ്യത്തിനും ദൈവത്തിൻ്റെ വേലയ്ക്കും വേണ്ടി ചുമൽ കൊടുക്കുന്ന കർത്താവെ അനേകരായിട്ടുള്ള ദൈവദാസന്മാർ കർത്താവെ, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടല്ലോ കർത്താവെ, അവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും സുരക്ഷിതമായി മുൻപിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം ഞങ്ങളുടെ രാജ്യത്ത് കർത്താവെ അനേകമായിട്ടുള്ള വികസനങ്ങൾ കർത്താവെ നടക്കുമ്പോഴും കർത്താവെ ലക്ഷങ്ങൾ കർത്താവെ ആഹാരമില്ലാതെ ദൈവമേ ഭവനങ്ങളില്ലാതെ കർത്താവെ വിദ്യാഭ്യാസങ്ങൾ നേടുവാൻ കഴിയാത്ത രീതിയിൽ കർത്താവെ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വരവിന് മുമ്പായിട്ട് കർത്താവെ സുവിശേഷം എത്തപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവെ ഈ ഗുഡ് ന്യൂസ് ചെല്ലേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ കരം എല്ലാവരുടെ മേലും ദൈവം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രാജ്യത്തെ ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ കർത്താവെ, നല്ല വിവേകവും നല്ല ജ്ഞാനവും ദൈവകൃപയും അവരുടെ മേൽ ദൈവം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ ശരിയായ ദിശയിൽ നയിപ്പാൻ ആവശ്യമായിട്ടുള്ള കർത്താവെ ദൈവം എല്ലാ കൃപകളെയും ദൈവം അവരുടെ മേൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ഞങ്ങളുടെ രാജ്യത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അങ്ങയുടെ വരവിന് മുമ്പായിട്ട് അനേകർ കർത്താവെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവെ അനേകർ കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് കർത്താവെ ദൈവമേ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ക്രിസ്തുവിനെ അനുഗമിപ്പാനായിട്ട് ദൈവമേ അങ്ങ് കൊടുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ഞങ്ങൾ ഭാരതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയുടെ നന്ദി യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥനയാചനയുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ആമേൻ ആമേൻ ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് കഴിഞ്ഞ നിമിഷങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പാനും കർത്താവിനെ ആരാധിപ്പാനും നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ചെയ്ത കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി കടന്നു ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏത് കൂട്ടായ്മകളിലും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുകയും മാത്രമല്ല അതോടൊപ്പം ദൈവത്തിൻ്റെ വചന കേൾവിയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണല്ലോ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചന കേൾവിയിലേക്ക് കടന്നു ചെല്ലാം. നമ്മളെല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർമ്മേൽ പെന്തിക്കോസ്റ്റൽ അസംബ്ലിയുടെ സീനിയർ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വത്സൻ ജോർജാണ് ഇന്ന് തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോകുന്നത്. കർത്താവിൻ്റെ ദാസനെ ബഹുമാനത്തോടും ആദരവോടും കൂടെ കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ലോകത്തിൽ ചിതറിപ്പാർക്കുന്ന എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇങ്ങനെ ഒരവസരം ഒരുക്കിയ ഹാർവസ്റ്റ് ടി വിക്കും എൻ്റെ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയപൂർവമായ നന്ദി ഈ സമയം അർപ്പിക്കുന്നു. നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കൂടെ ഇന്ന് കടക്കുകയാണല്ലോ.
ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ രാജ്യമായിരിക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒരു സ്വാതന്ത്ര്യ ദിനമാണ്. ഇന്ന് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ചിന്ത പെട്ടെന്ന് ഈ ധരണത്തിൽ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം ആണ്. 28-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം 19-20 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. ഈ വാക്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ വായിച്ച വാക്യങ്ങൾ അവിടുന്ന് ഞങ്ങളോട് ശിഷ്യന്മാരോട് പറഞ്ഞ ആ വാക്കുകൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഞങ്ങളുടെ രാജ്യത്തിനും നന്മയ്ക്കായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ അവസാനം കർത്താവ് പറയുന്ന വാക്കുകൾ എടുത്ത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം താൻ മരിച്ച് അടക്കപ്പെട്ട് റോമൻ മുദ്രകളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു നിയമമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. ഒരു ശിഷ്യൻ ആയിത്തീരുന്നതോടെ അവർ അനുസരണത്തിൻ്റെ പാതയിലേക്ക് കടക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കർത്താവ് ഇതിലൂടെ പറയുകയാണ്. പൂർണ്ണ അനുസരണമുള്ളവരായി തീരണം എന്നാണ് കർത്താവ് പറഞ്ഞത്. അതിനാധാരമായിട്ട് വിശ്വാസവും ശിഷ്യത്വം അനുസരണം എന്ന 3 ഘടകങ്ങൾ ഇതിനാവശ്യമാണ്. ഇവയെല്ലാം അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന, വേർപ്പെടുത്തുവാൻ കഴിയാത്ത 3 കാര്യങ്ങളാണ് വിശ്വാസവും ശിഷ്യത്വവും അനുസരണവും. അത് വേർപ്പെടുത്താൻ ആരും ശ്രമിക്കരുത്. അത് ശ്രമിച്ചാൽ ക്രിസ്തീയ ജീവിതം പരാജയപ്പെടുവാൻ ഇടയായിത്തീരും. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ കൽപ്പന വളരെ ഗൗരവമായി കണക്കിലെടുക്കുകയും അവരോട് ചെയ്യുവാൻ, താൻ പറഞ്ഞത് ചെയ്യുവാൻ വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. യേശുവും ചെയ്തത് അതുതന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു ചെയ്യുന്നൊരു പ്രവൃത്തി അവിടെ കാണിച്ചിട്ടുണ്ട്. 1-ാം വാക്യം, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു.
അധികാരം കൊടുത്തൊരു ദൈവത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ശക്തമായ ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ യേശു ഇവിടെ കാണിക്കുകയാണ്. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത്, ബൈബിൾ കോളേജിൽ ആരുമില്ലാതെ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും പാസ്റ്റർമാരാകണമെന്നും സ്ഥാനത്തിനും മാനത്തിനും പണത്തിനും വേണ്ടി ഓടുന്ന ഒരു ജനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരെയും എങ്ങനെയും ഉൾക്കൊള്ളാം, ജീവിക്കാം എന്നുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ യേശു അധികാരത്തോടുകൂടെ നമ്മളോട് പറയുന്ന ഒരു ഉപദേശമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവിൻ. അപ്പോൾ ഉപദേശത്തിന് യേശു കൊടുത്ത പ്രാധാന്യം ചെറുതല്ല, വലിയതാണ് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ യേശു ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് വേദപുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട്. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരി മക്കളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നോക്കിക്കേ, യേശുവിൻ്റെ ശിഷ്യനായിരിക്കാനുള്ളൊരു ക്വാളിറ്റി യേശു അവിടെ പറയുന്നുണ്ട്. അതിന് ഉപമയായിട്ട് യേശു അതിൻ്റെ താഴെയുള്ള 28 വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യമിരുന്ന് അത് തീർപ്പാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ലാതെ എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഇത്രയും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതവും ശിഷ്യത്വവും വിശ്വാസവും അത് നിസാരമല്ല. അതിനൊരു കണക്ക് കൂട്ടലും അതിനൊരു തീരുമാനവും അതിനൊരു സമർപ്പണവും ആവശ്യമാണ്. ശിഷ്യത്വം വെറുതെ കിട്ടുന്നതല്ല, അതിന് വില കൊടുക്കണമെന്നാണ് യേശു പറഞ്ഞത്. അത് ഹല്ലേലൂയ, ദൈവം വിളിച്ചു വേർതിരിച്ച ഭക്തന്മാർക്ക് വേണ്ടിയാണ് ആ ശിഷ്യത്വത്തെക്കുറിച്ച് ഗൗരവമായിട്ട് യേശു ക്രിസ്തു പറയുന്നതെന്ന് അവിടെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം, യേശുവിൻ്റെ പൈതലായതിനു ശേഷം പരിഹസിക്കപ്പെടാനല്ല, നമ്മുടെ വിശ്വാസം തകർന്നു പോകാനല്ല, നമ്മുടെ ആത്മീയ ജീവിതം യേശുവിൻ്റെ കൂടെ പടുതുയർത്തുവാൻ നമുക്ക് കഴിയേണ്ടതിനാണ് യേശു ആ ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ വെച്ചത്. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അവരെഴുതിയ ലേഖനങ്ങളിലൊക്കെ അത് വ്യക്തമാണ്. യേശുവിൻ്റെ വാക്കുകൾ എത്രമാത്രം സീരിയസ് ആയി അവർ ഏറ്റെടുത്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 22 അധ്യായം 10 വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവേ, ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോകുക, നീ ചെയ്യേണ്ടത് എന്താണെന്ന് അവിടെ വിധിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിന് നമ്മളെക്കുറിച്ച് പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. ആ പദ്ധതികളും പ്ലാനുകളും അതൊരു പരിഹാസ വിഷയമായി മാറരുത്.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കടന്നു വന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ ഗൗരവപൂർണമായി ഏറ്റെടുക്കണമെന്നാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ നമുക്ക് സ്വർഗത്തിൽ എത്താമെന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങളെ കണക്കുകൂട്ടി നോക്കുമ്പോൾ നമുക്കൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലും കർത്താവ് ആവർത്തിച്ച് അത് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് യേശു പറയുകയാണ്, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ യേശു അറിയുന്നൊരു വ്യക്തിയാണ് യേശുവിൻ്റെ ശിഷ്യൻ. അതുകൊണ്ടാണ് കർത്താവ്, ഹല്ലേലൂയ, കർത്താവിൻ്റെ അന്ത്യകൽപ്പനയായ കൽപ്പന നമുക്ക് നൽകിയത്. അതിങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 20-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊള്ളുവിൻ. നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ഉപദേശിക്കേണ്ടത്. ദൈവം നമുക്ക് നൽകിയ പ്രമാണമാണ് ഉപദേശിക്കേണ്ടത്. ദൈവം നമ്മളെ അറിയണമെങ്കിൽ, ദൈവം നമ്മൾ ആഗ്രഹിച്ച ദേശത്തേക്ക് എത്തിക്കണമെങ്കിൽ ദൈവത്തെ പ്രമാണിക്കാൻ, ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ അതുപോലെ ഹല്ലേലൂയ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. ആ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവഹിതമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഏത് പ്രവർത്തനങ്ങളും ദൈവം അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ദൈവം അത് അറിയുന്നില്ല. ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്തിന് എന്തു ചെയ്യുമ്പോഴും യേശു അത് അറിയുന്നു എന്ന് നാം ചിന്തിക്കരുത്. അന്ത്യന്യായവിധിയുടെയും വേർതിരിയലിൻ്റെയും സമയത്ത് രണ്ട് കൂട്ടർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതിനായി യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. പക്ഷേ അവരിൽ തങ്ങളുടെ പ്രവൃത്തികളിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന അനേകർ തള്ളപ്പെടും, നിരാശരാകും എന്നുള്ള ദുഃഖത്തിലുമാകുന്നുള്ള യാഥാർത്ഥ്യം യേശു അവിടെ പറയുകയാണ്. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇന്ന് നമുക്കറിയാം, നമ്മുടെ മാതൃരാജ്യത്തിൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ, മണിപ്പൂരിലെ പല സ്റ്റേറ്റുകളിലും ദൈവജനത്തിനെതിരെ നടക്കുന്ന പീഡകളും പ്രതിസന്ധികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ യേശു നമുക്ക് ബലം തരുന്ന എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. റോമൻ മുദ്രകളെ പൊട്ടിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മളെ വിളിച്ചതെങ്കിൽ, ഏത് പ്രതികൂല സാഹചര്യത്തിലും അവൻ നമ്മളോട് കൂടെയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ,
ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചതാ. ഒരു ഉപമ കൂടെ ദൈവസന്നിധിയിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശിഷ്യത്വം എന്ന് പറയുന്നത് എന്താണെന്ന് മുന്നമേ ഞാൻ പറഞ്ഞിരുന്നു. സ്തോത്രം. അത് വിശ്വാസവും അത് അനുസരണവും കൂടിയതാണ് ശിഷ്യത്വം. വിശ്വാസമില്ലാതെ യേശുവിൻ്റെ ശിഷ്യത്വം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അനുസരിക്കാതെ നമുക്ക് യേശുവിൻ്റെ ശിഷ്യത്വവും അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. 20-ാം വാക്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് കൊള്ളുവിൻ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഒരു നാൾ പോലും നമ്മളെ കൈവിടാതെ, ഒരു സെക്കൻഡ് പോലും നമ്മളെ കൈവിടാതെ നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത് മണിപ്പൂരിലായാലും, അത് ഹരിയാനയിലായാലും, അത് പഞ്ചാബിലായാലും, അത് ജാർഖണ്ഡിലായാലും, അത് ഛത്തീസ്ഗഡിലായാലും ഒരു നിമിഷം പോലും നമ്മളെ കൈവിടാത്ത യേശു നമ്മുടെ കൂടെയുണ്ട് എന്ന് യേശു നമുക്ക് ഉറപ്പ് തരികയാണ്. സ്തോത്രം. ആ ഉറപ്പാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോഴും നമുക്കൊരധികാരം കർത്താവ് തരുന്നുണ്ട്. ഒരു ശിഷ്യത്വം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ലോകത്തിൽ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് നമ്മളോട് പറയുക. ഈ ലോകത്തെ നാം ജയിക്കണമെങ്കിൽ നമ്മൾ ആ ശിഷ്യത്വം സ്വീകരിക്കണം, അവൻ്റെ പ്രമാണത്തെ അനുസരിക്കണം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. 22-ാം അധ്യായം 14-ാം വാക്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തെ ജയിക്കുന്നതെന്ന് അവിടെ കുറിച്ചു വച്ചിട്ടുണ്ട്. അവിടെ ഒരു മുന്നറിയിപ്പ് കർത്താവ് തരികയാണ്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ദൈവത്തിൻ്റെ ഓരോ വിളികളും ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു ഭക്തനെ, ഒരു ശിഷ്യനെ ദൈവം കൈവിടുന്ന ദൈവമല്ല. സ്തോത്രം. 22-ാം അധ്യായത്തിൽ ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. അവിടെ യേശു ഒരു കല്യാണത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. ആ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ എവിടെയാണ് യേശുവിൻ്റെ സാന്നിധ്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം ലോകത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. വിളിക്കപ്പെട്ടവർ അനേകരാണ്, പക്ഷേ യേശു തിരഞ്ഞെടുത്തത് ചുരുക്കമാണ്. യേശു എല്ലാവരെയും വിളിച്ചു. അവിടെ ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വരികൾ നിങ്ങളിന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. 3-ാം വാക്യത്തിൽ പറയുന്നു, അവർക്കോ വരുവാൻ മനസ്സായില്ല. 5-ാം വാക്യത്തിൽ പറയുന്നു, അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും ബിസിനസ്സിലേക്കും പോയി എന്ന് പറയുന്നു. അതുകൊണ്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ്,
ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. കല്യാണ വസ്ത്രത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ കല്യാണ വസ്ത്രം ഇടണമെങ്കിൽ ഒരു യോഗ്യത നമുക്കുണ്ടായിരിക്കണം. 11-ാം വാക്യത്തിൽ പറയുന്നത്, വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കാണുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽക്കാലം രാജാവ് നമ്മെ കാണുമ്പോൾ, നമ്മെ നോക്കുമ്പോൾ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമോ? പൈതലേ, മകനെ, മകളെ, ഞാൻ നിന്നെ അറിയും എന്ന് പറയുമോ എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ന് പകൽക്കാലം ആ രാജാതിരാജാവ്, ധന്യനായ ഏകാധിപതി, കർത്താതി കർത്താവ് നമ്മളെ നോക്കുമ്പോൾ ആ കല്യാണ വസ്ത്രമുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലോകം അതിൻ്റെ അന്ത്യനാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. ഓരോ ന്യൂ ഇയറുകളും നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. മണിപ്പൂരിലെ സംഭവങ്ങളും പല വിവിധ സ്റ്റേറ്റുകളിൽ, ലോകത്തിൻ്റെ വിവിധ കോണുകളിലും നടക്കുന്ന സംഭവങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ വിളിച്ചു പറയുന്നതാണെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശു വരുമ്പോൾ, ആ രാജാതി രാജാവ് വരുമ്പോൾ, വിരുന്നുകാരെ നോക്കുവാൻ ആ രാജാവ് അകത്ത് വരുമ്പോൾ, കല്യാണ വസ്ത്രം നമുക്കുണ്ടോ എന്നുള്ളതിന് വലിയ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്ന് പരിശോധിക്കാം. പാരമ്പര്യം നമുക്കുണ്ടാകാം, പഠിപ്പ് നമുക്കുണ്ടാകാം, പണം നമുക്കുണ്ടാകാം, സൗന്ദര്യം നമുക്കുണ്ടാകാം, ഈ ഭൂമിയിൽ നമുക്ക് എല്ലാം ഉണ്ടാകാം. അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന കല്യാണ വസ്ത്രത്തിന് തുല്യമാകുമോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഈ സമയം. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് നമ്മളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. നമുക്കൊന്ന് സമർപ്പിക്കാമോ? ആ ശിഷ്യത്വത്തിന് വേണ്ടി, ആ ദൈവത്തിൻ്റെ ഓതറൈസേഷന് വേണ്ടി, ആ കല്യാണ വസ്ത്രത്തിന് വേണ്ടി, ആ ദൈവത്തിൻ്റെ അധികാരത്തിന് വേണ്ടി നമ്മളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. 28-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം, അതിൻ്റെ 20-ാം വാക്യം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും, നമുക്കിഷ്ടമുള്ളതെടുത്ത് നമുക്കിഷ്ടമില്ലാത്തത് മാറ്റിവെക്കാനല്ല കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്, അധികാരത്തിൻ്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ഇന്ന് ഈ അധികാരത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തവർക്കൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ആ ശുശ്രൂഷകൾക്കൊക്കെ ദൈവത്തിൻ്റെ ഓതറൈസേഷൻ ഉണ്ടായിരിക്കും. ഇന്ന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച്, ഒന്ന് കണ്ണുകളെ അടച്ച് നമ്മളെ ഒന്ന് പരിശോധിക്കാം. വിരുന്നുകാരെ നോക്കാൻ രാജാവ് അകത്ത് വന്നപ്പോൾ ആ കല്യാണ വസ്ത്രം നമുക്കുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ യേശു ഒരിക്കലും നമ്മളെക്കുറിച്ച് പറയരുത്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കാരണം കൽപ്പിച്ചതൊക്കെയും ശിഷ്യൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ യേശു ആ ശിഷ്യനെ അറിയുന്നുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ പുതിയ ഹല്ലേലൂയ, ഈ സ്വാതന്ത്ര്യ ദിനം യേശുവിലുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, കഷ്ടമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വേദനകളെ ഓർത്തുകൊണ്ട്
അവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഈ പാട്ടിൻ്റെ ഈരടികൾ ഒരുമിച്ച് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ. ഓ യേശു, എന്റെ ഭാരം ചുമക്കുന്നവൻ. യേശു, എന്നെ നന്നായി അറിയുന്നവൻ. ഓ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു, എന്റെ സ്നേഹിതൻ. യേശു, എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് എന്റെ യേശു മാത്രം. ഒന്ന് ഡിക്ലെയർ ചെയ്തേ. ഓ സുഖമുള്ള കാലം. Come on, all of you. കണ്ണുനീർ നേരത്ത് എന്റെ യേശു മാത്രം. Come on. മതി. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, അവൻ കൈവിടത്തില്ല. യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ. യേശു മാറില്ല. ഓ യേശു മാറുകില്ല. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ. ഓ യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ. ഉറപ്പോടെ യേശു മാറുകില്ല. ഓ സുഖമുള്ള കാലത്ത് കണ്ണുനീർ. ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് പാടിയേ. യേശു മാത്രം മതിയെന്ന്. എന്റെ ഏത് കാലത്തും ഏത് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും എന്റെ യേശു മാത്രം മതിയെന്ന് ഹൃദയം തുറന്നൊന്ന് പറഞ്ഞു. യേശു മാത്രം മതി. യേശു, എന്റെ സ്നേഹിതൻ. ഓ യേശു, എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് അക്കാരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി കണ്ണുനീർ നേരത്ത് ഒന്ന് സറണ്ടർ ചെയ്യാമോ? മാത്രം മതി. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്തും യേശു
പിതാവായ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ്. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങളെ ഇന്നേ ദിവസം നമുക്ക് കേൾപ്പാനായിട്ട് ദൈവം കൃപ ചെയ്തു. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. നമുക്കൊരു നിമിഷം തലയിലും വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗത്തിലെ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തെ കർത്താവെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ, ഞങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ കർത്താവേ, ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന്മാരെയും ദാസിമാരെയും കർത്താവേ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തുതിയും ബഹുമാനവും പുകഴ്ചയും അങ്ങയ്ക്ക് മാത്രം, യേശുവിൻ്റെ നാമത്തിന് പിതാവേ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് കർമ്മേൽ പെന്തിക്കോസ്റ്റൽ അസംബ്ലി ഹാമിൽട്ടൺ ന്യൂസിലൻഡിൽ നിന്നുള്ള ദൈവമക്കളുടെ വന്ദനവും സ്നേഹവും പ്രത്യാശയും നിങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം ക്രമീകരിച്ചു തന്ന ഹാർവസ്റ്റ് ടിവിയുടെ മാനേജ്മെൻറ്റ് സ്റ്റാഫിനോടും അവിടെയുള്ള ദൈവമക്കളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ.